Hi all, welcome to LK Group of Educational Service. കേട്ടിട്ട് എക്സാം ഓറിയൻറ്റഡ് ക്ലാസ്സസിൽ നമ്മൾ പീരിയോഡിക് ടേബിൾ ആൻഡ് കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്ന സെക്ഷനെ കുറിച്ചിട്ടായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ പാർട്ട് 9 ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ഒരു സെക്ഷനിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കുറച്ച് ഡിസ്കസ് ചെയ്യും. അതിനുശേഷം ഒരു ക്ലാസ്സിൽ നമുക്ക് മുഴുവനായും ഈ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്ത് വരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. സോ ആദ്യം തന്നെ നമുക്ക് എന്തൊക്കെയാണ് ഈ ഒരു സെക്ഷനിൽ പഠിക്കാനുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇലക്ട്രോ പോസിറ്റിവിറ്റി ആണ്. നമുക്ക് ഓൾറെഡി ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടർ എന്താണ്, ഇലക്ട്രോ നെഗറ്റീവ് ക്യാരക്ടർ എന്താണ് എന്നുള്ളതൊക്കെ നിങ്ങൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സുകളിലായി പഠിച്ചതാണ്. സോ ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്ന് പറയുന്ന ഈ ഒരു ടേം നിങ്ങൾക്ക് അൺഫെമിലിയർ ആയ ഒന്നല്ല, നിങ്ങൾക്ക് അറിയാവുന്ന ഒന്ന് തന്നെയാണ്. സോ എന്താണ് ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്ന് നമുക്ക് നോക്കാം. ഇലക്ട്രോ പോസിറ്റിവിറ്റി ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ ടെൻഡൻസി ഓഫ് an atom to donate electron and form positively charged cation. അതായത് ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്ന് വെച്ചാൽ എന്താണ്, ആക്ച്വലി ഒരു ആറ്റത്തിൻ്റെ ടെൻഡൻസിയാണ്. അതായത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള കാറ്റയോൺ ആവാനുള്ള ഒരു ആറ്റത്തിൻ്റെ ടെൻഡൻസിയെ നമുക്ക് എന്തായി അഭിസംബോധന ചെയ്യാം, ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്ന് പറയാം. ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് വേറെ രീതിയിലും കൂടി പറയാം, ടെൻഡൻസി ഓഫ് ആൻ ആറ്റം ടു ലൂസ് ഇലക്ട്രോൺ എന്ന്. ഒരു ആറ്റത്തിന് ഇലക്ട്രോണിനെ നഷ്ടപ്പെടാനുള്ള ആ ഒരു കഴിവിനെയും അല്ലെങ്കിൽ ആ ഒരു നഷ്ടപ്പെടുത്താനുള്ള ആ ഒരു ടെൻഡൻസിയെയും നമുക്ക് എന്തായി തന്നെ പറയാവുന്നതാണ്, ഇലക്ട്രോ പോസിറ്റിവിറ്റി ആയി തന്നെ കൺസിഡർ ചെയ്യാവുന്നതാണ്. കാരണം ഒരു ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോഴാണല്ലോ അതൊരു കാറ്റയോണായി മാറുന്നത്. ഒരു ആറ്റം ഇലക്ട്രോണിനെ സ്വീകരിക്കുമ്പോഴാണ് അത് ആനയോണായി മാറുന്നത്. കാറ്റയോൺ എന്താണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം, ആറ്റം വിത്ത് പോസിറ്റീവ് ചാർജ്. ഒരു ആറ്റത്തിന് ഒരു പോസിറ്റീവ് ചാർജ് കൈവരിക്കുമ്പോഴാണ് അതിനെ നമുക്കൊരു കാറ്റയോണായി കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നത്. സോ ഇവിടെ പറയുന്നുണ്ട് ഇലക്ട്രോ പോസിറ്റിവിറ്റി ഈസ് പ്രൈമർലി എക്സിബിറ്റഡ് ബൈ മെറ്റാലിക് എലമെന്റ്സ്. മെറ്റാലിക് എലമെന്റുകളാണ് കൂടുതലായും ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടി കാണിക്കുന്ന എലമെന്റുകൾ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി മെറ്റാലിക് ക്യാരക്ടർ ആൻഡ് നോൺ മെറ്റാലിക് ക്യാരക്ടറിനെ കുറിച്ച് പഠിച്ചതായിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിൽ. അതിൽ മെറ്റാലിക് ക്യാരക്ടറിൽ നമ്മൾ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, മെറ്റാലിക് ക്യാരക്ടർ കാണിക്കുന്ന എലമെൻറ്റുകൾക്ക് ഇലക്ട്രോണെ വിട്ടുകൊടുക്കാനുള്ള ആ ഒരു എബിലിറ്റി കൂടുതലായിരിക്കുമെന്ന്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ പറയുന്നത് ഈ മെറ്റാലിക് എലമെൻറ്റ്സ് ഇലക്ട്രോ പോസിറ്റിവിറ്റി പ്രൈമർലി എക്സിബിറ്റ് ചെയ്യുന്ന എലമെൻറ്റുകളാണ്. എക്സ്പെഷ്യലി എക്സിബിറ്റ് ചെയ്യുന്ന എലമെൻറ്റുകൾ ആൽക്കലൈൻ മെറ്റൽസും അതുപോലെ തന്നെ ആൽക്കലൈൻ എർത്ത് മെറ്റൽസുമാണ്. ആരാണ് ഈ ആൽക്കലൈൻ മെറ്റൽസ് ആൻഡ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്? നമുക്കറിയാം പീരിയോഡിക് ടേബിളിൽ നമ്മൾ ടോട്ടൽ 18 ഗ്രൂപ്പും അതുപോലെ തന്നെ 7 പീരീഡുമാണുള്ളത്. അതിൽ ഫസ്റ്റ് വരുന്ന 2 ഗ്രൂപ്പുകളാണ് ആൽക്കലൈൻ മെറ്റലും ആൽക്കലൈൻ എർത്ത് മെറ്റലും. സോ ഗ്രൂപ്പ് 1 മുതൽ ഗ്രൂപ്പ് 2 വരെ വരുന്ന എലമെൻറ്റുകളെ നമ്മൾ എന്താ പറയുന്നത്, എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഗ്രൂപ്പ് 3 മുതൽ ഗ്രൂപ്പ് 12 വരെ വരുന്ന എലമെൻറ്റുകളെ നമ്മൾ എന്ത് പറയുന്നു, ഡി ബ്ലോക്ക് എലമെൻറ്റുകൾ എന്ന് പറയുന്നു. ദെൻ ഗ്രൂപ്പ് 13 മുതൽ ഗ്രൂപ്പ് 18 വരെ വരുന്ന എലമെൻറ്റുകളെയാണ് നമ്മൾ പി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. സോ ഇവിടെയും ആ ഒരു ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2 എലമെൻറ്റ്, അതായത് എസ് ബ്ലോക്ക് എലമെൻറ്റുകൾക്ക് കൂടുതൽ ഈ ഒരു ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്ന് പറയുന്ന ക്യാരക്ടറെ ഷോ ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ടെന്നാണ് നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിലൂടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ എന്താണ് ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? ഇലക്ട്രോ പോസിറ്റിവിറ്റി എങ്ങനെയാണ് പീരീഡിലും ഗ്രൂപ്പിലും വാരി ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. സോ അതിൽ വരുമ്പോൾ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്, ഇവിടെ ശ്രദ്ധിക്കുക, ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്ന് പറയുമ്പോൾ പീരീഡിൽ ഡിക്രീസ് ആവുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതേസമയം ഗ്രൂപ്പിലാണെങ്കിൽ, ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വെർട്ടിക്കൽ ആയിട്ടുള്ള കോളംസിനെയാണ് നമ്മൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. പീരീഡ്സ് എന്ന് പറയുന്നത് എന്താണ്, ഹൊറിസോണ്ടൽ ആയിട്ടുള്ള റോകളെയാണ് നമ്മൾ പീരീഡ് എന്ന് പറയുന്നത്. സോ ഇലക്ട്രോ നെഗറ്റിവിറ്റി പീരീഡിലാണെങ്കിൽ ഡിക്രീസ് ആണ് ആവുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് നോക്കുമ്പോൾ. പക്ഷേ നമ്മൾ ഗ്രൂപ്പ് നോക്കുവാണെങ്കിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഇൻക്രീസ് ആവുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതെന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് ടു റൈറ്റ് നമ്മൾ പോകുമ്പോൾ ആറ്റമിക് സൈസ് ഡിക്രീസ് ആവുന്നതായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒന്നാണ്. സോ ആറ്റമിക് സൈസ് ഡിക്രീസ് ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇലക്ട്രോണും ന്യൂക്ലിയസും തമ്മിലുള്ള അട്രാക്ഷൻ കൂടും. സോ ഇലക്ട്രോണും ന്യൂക്ലിയസും തമ്മിലുള്ള അട്രാക്ഷൻ കൂടിക്കഴിഞ്ഞാൽ ഇലക്ട്രോണിന് ആ ആറ്റത്തിൽ നിന്ന് പുറത്ത് കടക്കാനോ അല്ലെങ്കിൽ ആ ആറ്റത്തിൽ നിന്ന് പോകാനോ സാധിക്കില്ല. അത് പോകാനായിട്ട് ഒരുപാട് എനർജി നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ഇലക്ട്രോ പോസിറ്റിവിറ്റി ഈ ഒരു പീരീഡിൽ ഡിക്രീസ് ആവുമെന്ന്. പക്ഷെ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇലക്ട്രോ പോസിറ്റിവിറ്റി ഇൻക്രീസ് ആവുമെന്ന് പറയുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ്റത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്ന് ഇലക്ട്രോൺ പോകാൻ വളരെയധികം ഈസി ആയിരിക്കും ഒരു ഗ്രൂപ്പിൽ. കാരണം ഗ്രൂപ്പിൽ ആറ്റമിക് സൈസ് ഇൻക്രീസ് ആവുകയാണ്. ആറ്റമിക് സൈസ് ഇൻക്രീസ് ആവുന്നതിനനുസരിച്ച് സെൻറ്റർ ഓഫ് ദ ന്യൂക്ലിയസും ഔട്ടർ മോസ്റ്റ് ഷെല്ലും തമ്മിലുള്ള ആ ഒരു അട്രാക്ഷൻ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അങ്ങനെ അത് കുറവാകുന്നത് കൊണ്ട് തന്നെ, ആ ഒരു അട്രാക്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആ ആറ്റത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിന് ലൂസ് ചെയ്യാനുള്ള, അതിൽ നിന്ന് പോകാനുള്ള ഒരു എബിലിറ്റി ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ഗ്രൂപ്പിൽ ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്ത് ചെയ്യുമെന്ന്, ഇലക്ട്രോ പോസിറ്റിവിറ്റി ഇൻക്രീസ് ആവുമെന്ന്. ഓക്കെ, അതിൻ്റെ റീസണാണ് നമ്മളിനി അടുത്ത് പറയുന്നത്. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ
On moving across the period from left to right, atomic radius decreases, effective nuclear charge increases. നമുക്കറിയാം ലെഫ്റ്റ് ടു റൈറ്റ് നമ്മൾ പീരീഡിൽ നോക്കുമ്പോൾ ആറ്റമിക് സൈസ് കുറയുന്നു, എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ആവുന്നു. So the attraction between valence electron and nucleus increases. So പീരീഡിൽ അപ്പോൾ വാലൻസ് ഇലക്ട്രോണും ന്യൂക്ലിയസും തമ്മിലുള്ള അട്രാക്ഷൻ കൂടുതലായിരിക്കും. Due to this, loss of an electron from the element become difficult and electropositive character decreases across a period from left to right. അതായത് ഈ വാലൻസ് ഇലക്ട്രോൺ, അതായത് ഔട്ടർമോസ്റ്റ് ഷെൽ ഇലക്ട്രോണും ന്യൂക്ലിയസും തമ്മിലുള്ള ഈ ഒരു ആകർഷണം അത്രത്തോളം സ്ട്രോങ് ആവുമ്പോൾ പെട്ടെന്ന് ആ ഒരു ആറ്റത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇലക്ട്രോണിന് മൂവ് ചെയ്യാൻ സാധിക്കാതെ വരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് പീരീഡിൽ ലെഫ്റ്റ് ടു റൈറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ മെറ്റാലിക് ക്യാരക്ടർ എന്ത് ചെയ്യുന്നു, അതിൻ്റെ മെറ്റാലിക് ക്യാരക്ടർ കുറയുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ഇലക്ട്രോ പോസിറ്റിവിറ്റിയും കുറയുന്നു എന്ന് നമ്മൾ പറയുന്നത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ ഗ്രൂപ്പിലും നോക്കേണ്ടത്. ഗ്രൂപ്പിൽ ഇതേപോലെ തന്നെയാണ് വരുന്നത്, പക്ഷേ കുറച്ച് ഡിഫറൻസ് വരെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇലക്ട്രോ പോസിറ്റിവിറ്റി ഗ്രൂപ്പിൽ എന്താ സംഭവിക്കുന്നത്, ഇൻക്രീസ് ആവുന്നു. മെറ്റാലിക് ക്യാരക്ടർ ആണെങ്കിലും അവിടെ ഇൻക്രീസ് ആവുന്നു. കാരണം അട്രാക്ഷൻ ബിറ്റ്വീൻ ദ ന്യൂക്ലിയസും ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണും വളരെയധികം കുറവാണ്. കാരണം അതിൻ്റെ സൈസ് കൂടുതലാണ് എന്ന് നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വണ്ണാണ് ഇലക്ട്രോൺ ഷീൽഡിംഗ് അല്ലെങ്കിൽ ഷീൽഡിംഗ് എഫക്റ്റ് എന്താണെന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. ഇലക്ട്രോൺ ഷീൽഡിംഗ് എന്ന് പറയുമ്പോൾ ഇന്നർ ഇലക്ട്രോൺ ഷീൽഡ് ഔട്ടർ ഇലക്ട്രോൺ ഫ്രം ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൽ നിന്ന് ഔട്ടർ ഇലക്ട്രോണിനെ ഷീൽഡ് ചെയ്യുന്നത് ഇന്നർ ഇലക്ട്രോൺസ് ആണ്. സോ അതിനെയാണ് നമ്മൾ ഇലക്ട്രോൺ ഷീൽഡിംഗ് എന്ന് പറയുന്നത്. സോ നമ്മളിത് ഓൾറെഡി പഠിച്ചിട്ടുള്ളൊരു കൺസെപ്റ്റാണ് ഷീൽഡിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത്. ന്യൂക്ലിയസും ഔട്ടർമോസ്റ്റ് ഷെല്ലും തമ്മിലുള്ള അട്രാക്ഷൻ ഈ ഒരു ഷീൽഡിംഗ് മൂലം റെഡ്യൂസ്ഡ് ആവുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഈ ഇന്നർമോസ്റ്റ് ഇലക്ട്രോണും ന്യൂക്ലിയസും തമ്മിലൊരു അട്രാക്ഷൻ ഉണ്ടാവും. പക്ഷേ ഇന്നർമോസ്റ്റ് ഇലക്ട്രോണും ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണും തമ്മിൽ റിപ്പൾഷനാണ് ഉണ്ടാവുന്നത്. കാരണം ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത് എന്താണ്, നെഗറ്റീവാണ്. സോ നെഗറ്റീവ് വരുമ്പോൾ റിപ്പൽ ആയി പോകുമെന്ന് നമുക്കറിയാം. ഇവിടെ പറയുന്നുണ്ട് ഇതിൻ്റെ പോസിറ്റീവ് ചാർജ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ന്യൂക്ലിയസ് ആണ്. ഇന്നർ ഇലക്ട്രോൺസ് റെഡ് കളർ പോയിന്റ് വെച്ചിട്ടും ഗ്രീൻ കളർ പോയിന്റ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് ഔട്ടർ ഇലക്ട്രോൺസുമാണ്. ദെൻ അട്രാക്ഷനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ആരോ ആണ് റെഡ് കളേർഡ് ആയിട്ടുള്ള ആരോ, ബ്ലൂ കളർ ആയിട്ടുള്ള ആരോ ആണ് റിപ്പൾഷനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. സോ എന്താണ് ഇലക്ട്രോൺ ഷീൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നർ ഇലക്ട്രോൺ ഷീൽഡ് ഔട്ടർ ഇലക്ട്രോൺ ഫ്രം ദ ന്യൂക്ലിയസ്. അതായത് ന്യൂക്ലിയസിൽ നിന്ന് ഔട്ടർ ഇലക്ട്രോണിനെ ഇന്നർ ഇലക്ട്രോൺ ഷീൽഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഷീൽഡിംഗ് എഫക്റ്റ് അല്ലെങ്കിൽ ഇലക്ട്രോൺ ഷീൽഡിംഗ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. അതെന്താണെന്ന് നോക്കാം. ഷീൽഡിംഗ് എഫക്റ്റ് അല്ലെങ്കിൽ ഇതിനെ നമുക്ക് സ്ക്രീനിങ് എഫക്റ്റ് എന്ന് കൂടി പറയാവുന്നതാണ്. ഷീൽഡിംഗ് എഫക്റ്റ് അല്ലെങ്കിൽ സ്ക്രീനിങ് എഫക്റ്റ് എന്താണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഡിക്രീസ് ഇൻ അട്രാക്ഷൻ ബിറ്റ്വീൻ ഇലക്ട്രോൺ ആൻഡ് ദ ന്യൂക്ലിയസ് ഓഫ് എൻ ആറ്റം വിത്ത് മോർ ദാൻ വൺ ഇലക്ട്രോൺ. അതായത് നമുക്കിവിടെ പറയാവുന്ന ഒന്നെന്ന് വെച്ചാൽ ഈ ഇലക്ട്രോണും ന്യൂക്ലിയസും ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണും തമ്മിലുള്ള ആ ഒരു അട്രാക്ഷൻ്റെ ഡിക്രീസിനെയാണ് നമ്മൾ ഷീൽഡിംഗ് എഫക്റ്റ് എന്നുള്ളത് കൊണ്ട് മീൻ ചെയ്യുന്നത്. കാരണം അതിനെ ഇന്നർമോസ്റ്റ് ഷെല്ലുകൾ വെച്ച് ഷീൽഡ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇന്നർമോസ്റ്റ് ഷെല്ലുകൾ കൊണ്ട് ഔട്ടർമോസ്റ്റ് ഷെല്ലിന് ന്യൂക്ലിയസുമായി അത്ര അധികം അട്രാക്ഷൻ ഉണ്ടാവില്ല. ഇവിടെ പറയുന്നത് അത് തന്നെയാണ്, ഡിക്രീസ് ഇൻ അട്രാക്ഷൻ ബിറ്റ്വീൻ ദി ഇലക്ട്രോൺ ആൻഡ് ന്യൂക്ലിയസ് ഓഫ് എൻ ആറ്റം വിത്ത് മോർ ദാൻ വൺ ഇലക്ട്രോൺ എന്ന്. ദെൻ it is caused by the mutual repulsion between electron in the inner shell with those at the outer shell. ഔട്ടർ ഷെല്ലിലുള്ള ഇലക്ട്രോണും ഇന്നർ ഷെല്ലിലുള്ള ഇലക്ട്രോണും തമ്മിൽ റിപ്പൽ ആകുമ്പോഴാണ് അങ്ങനെ ഒരു അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു ഷീൽഡിംഗ് എഫക്റ്റ് അവിടെ പ്രൊഡ്യൂസ്ഡ് ആവുന്നത്. സോ എങ്ങനെയാണ് ഷീൽഡിംഗ് എഫക്റ്റ് പ്രൊഡ്യൂസ്ഡ് ആവുന്നത്? റിപ്പൾഷൻ ബിറ്റ്വീൻ ഇന്നർ ഷെൽ ഇലക്ട്രോൺ ആൻഡ് ഔട്ടർ ഷെൽ ഇലക്ട്രോൺ എന്ന് നമുക്ക് പറയാം. അതിനുശേഷം ദ റിപ്പൾഷൻ കോസസ് ദ സൈസ് ഓഫ് ആറ്റം ഇൻക്രീസ്. നമുക്കറിയാം നമ്മളിപ്പോൾ ഗ്രൂപ്പിൽ പഠിക്കുമ്പോൾ താഴേക്ക് പോകും തോറും അതിൻ്റെ ആറ്റമിക് സൈസ് ഇൻക്രീസ് ആയി വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ഷെൽ നമ്പർ ഇൻക്രീസ് ആവുന്നുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിലും കൂടിയിട്ടാണ് ആറ്റമിക് സൈസ് ഇൻക്രീസ് ആവുന്നതെങ്കിൽ പോലും ഷീൽഡിംഗ് എഫക്റ്റും ആറ്റമിക് സൈസ് ഇൻക്രീസ് ആക്കുന്നതിന് ഒരു ഫാക്ടർ തന്നെയാണ്. അതാണ് ഇവിടെ പറയുന്നത് ദ റിപ്പൾഷൻ കോസസ് ദ സൈസ് ഓഫ് എൻ ആറ്റം ടു ഇൻക്രീസ്. അതായത് ആറ്റത്തിൻ്റെ സൈസ് ഇൻക്രീസ് ആവുന്നതിന് ഒരു കാരണമാകും റിപ്പൾഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. സോ ഷീൽഡിംഗ് എഫക്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? ഷീൽഡിംഗ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ ഇന്നർമോസ്റ്റ് ഷെല്ല് ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസിനെ ന്യൂക്ലിയസിൽ നിന്നും ആ ഒരു അട്രാക്ഷനെ പ്രിവെൻറ്റ് ചെയ്യുന്ന തരത്തിൽ ഷീൽഡ് ആക്കുന്നതിനെയാണ് ഷീൽഡിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഷീൽഡിംഗ് എഫക്റ്റ് ആക്ച്വലി ആറ്റത്തിൻ്റെ സൈസിനെ ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ആക്കുന്ന ഒന്നാണ്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഗ്രൂപ്പിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ താഴേക്ക് പോകും തോറും ആറ്റമിക് സൈസ് ഇൻക്രീസ് ആയി വരുന്നതിന് ഒരു കാരണം നമ്പർ ഓഫ് ഷെൽസ് ഇൻക്രീസ് ആവുന്നതും അതുപോലെ തന്നെ ഷീൽഡിംഗ് എഫക്റ്റും ആക്ച്വലി അതിനൊരു റീസൺ ആണ് എന്ന് നമുക്ക് പറയാം. സോ ഇങ്ങനെ ഷീൽഡിംഗ് എഫക്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ അത് തമ്മിലുള്ള അട്രാക്ഷൻ, അതായത് സെൻറ്റർ ഓഫ് ദി ന്യൂക്ലിയസും ഔട്ടർമോസ്റ്റ് ഷെല്ലും തമ്മിലുള്ള അട്രാക്ഷൻ കുറവായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചും മനസ്സിലാക്കിയിരിക്കുക. ദെൻ നെക്സ്റ്റ് വണ്ണാണ്
ഇതിൻ്റെ ബേസിസിൽ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഈ ഒരു പീരിയോഡിക് ടേബിൾ ആൻഡ് കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്ന സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരുപാട് പോയിന്റുകൾ ഉണ്ടായിരുന്നു. അതിൽ പീരിയോഡിക് ട്രെൻഡ്സ് എന്ന് പറയുന്ന സെക്ഷനിൽ നമ്മൾ അയണൈസേഷൻ എനർജി, ഇലക്ട്രോൺ അഫിനിറ്റി, അതുപോലെ തന്നെ ആറ്റമിക് റേഡിയസ്, മെറ്റാലിക് ക്യാരക്ടർ, നോൺ മെറ്റാലിക് ക്യാരക്ടർ, ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ പഠിച്ചതാണ്. സോ അതിൻ്റെ പീരീഡ്, ഗ്രൂപ്പ്, അതിലുള്ള വേരിയേഷൻസ് നമ്മൾ പഠിച്ചിരിക്കണം. ഇത് ക്വസ്റ്റ്യൻസിൽ ചോദിക്കുന്നതാണ്. കേട്ടിട്ട് എക്സാമിന് നമുക്ക് ചോദിക്കുന്ന സെക്ഷനുകളാണ്. അതായത് പീരീഡിലും ഗ്രൂപ്പിലും എങ്ങനെയാണ് ഈ ഓരോ പ്രോപ്പർട്ടീസും വാരി ചെയ്യുന്നത്. അതിപ്പോൾ അയണൈസേഷൻ എൻതാൽപ്പിയോ ഇലക്ട്രോൺ അഫിനിറ്റിയോ ഏത് ഭാഗത്ത് നിന്ന് വേണമെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. സോ നമുക്കതൊന്ന് സമ്മപ്പ് ചെയ്യാം. പീരിയോഡിക് പ്രോപ്പർട്ടി, അതിൻ്റെ പീരീഡ്, ഗ്രൂപ്പ് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. പീരിയോഡിക് പ്രോപ്പർട്ടിയിൽ ഇപ്പോൾ ആറ്റമിക് റേഡിയസ് ആണെങ്കിൽ നമുക്ക് പീരീഡിൽ നമുക്കറിയാം അത് ലെഫ്റ്റ് ടു റൈറ്റ് എടുക്കുകയാണെങ്കിൽ കുറഞ്ഞായിരിക്കും വരിക. ഗ്രൂപ്പിലാണെങ്കിൽ ആറ്റമിക് സൈസ് ഇൻക്രീസ് ആയി വരും. അതിപ്പോൾ അയോണിക് റേഡിയസും അങ്ങനെ തന്നെയാണ്, നമ്മൾ പഠിച്ചതാണ്. ഡിക്രീസ് ആവും, പീരീഡിലാണെങ്കിൽ ഡിക്രീസ് ആവും, ലെഫ്റ്റ് ടു റൈറ്റ്. ഗ്രൂപ്പിലാണെങ്കിൽ ഇൻക്രീസ് ആയി വരും. അതിനുശേഷം ഇപ്പോൾ നമ്മൾ അയോണൈസേഷൻ എനർജി, ഇലക്ട്രോൺ അഫിനിറ്റി, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി, ഇത് മൂന്നും എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു വാരിയേഷൻ എങ്ങനെയാണ്. അതിൻ്റെ വേരിയേഷൻ എന്ന് പറയുന്നത് മൂന്നിൻ്റെയും വേരിയേഷൻ സിമിലർ ആണ്. പീരീഡിൽ എന്ന് പറയുമ്പോൾ അയണൈസേഷൻ എനർജി ആയാലും ഇലക്ട്രോൺ അഫിനിറ്റി ആയാലും ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ആയാലും ഇത് ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഗ്രൂപ്പിലാണെങ്കിൽ ഇതെല്ലാം ഡിക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. സോ ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഇത് നമ്മൾ കേട്ടിട്ട് എക്സാം കാറ്റഗറി 3 പല തവണകളായി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുള്ള ഒന്നാണ്. സോ ഈ ഒരു സെക്ഷനിൽ നിന്ന് നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ ടോട്ടൽ നമ്മൾ മാക്സിമം ഒരു 4 ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിനേക്കാൾ കൂടുതൽ ക്വസ്റ്റ്യൻ ഈ ഒരു സെക്ഷനിൽ നിന്ന് ഡിസ്കസ് ചെയ്യാം. സോ ഇത് പ്രീവിയസ് ഇയർ ഡിസംബർ 2020 എക്സാമിന് വന്ന ക്വസ്റ്റ്യനുകളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. The law of octaves was put forward by. law of octaves ആരാണ് മുന്നോട്ട് വെച്ചത്, അല്ലെങ്കിൽ ആ ഒരു സിദ്ധാന്തം ഏത് ശാസ്ത്രജ്ഞൻ്റെയാണ് എന്നുള്ളതാണ് ചോദ്യം. G.N. ലൂയിസ്, ജോൺ ന്യൂലാൻഡ്, J.W. ഡോബർണിയർ, J.L. മിയർ. സോ ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം? നമുക്കറിയാം നമ്മുടെ എലമെൻറ്റുകളിൽ സംഗീതമുണ്ട് എന്ന് കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. സാരി ഗമ പദ നിസ പോലെ ഫസ്റ്റ് എലമെൻറ്റും 8th എലമെൻറ്റും സിമിലർ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് പൊസസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ സിദ്ധാന്തമായിരുന്നു ലോ ഓഫ് ഒക്ടേവ്സ്. സോ ഇതാരാണ് പുട്ട് ഫോർവേഡ് ചെയ്തത്? അദ്ദേഹത്തിൻ്റെ പേരാണ് ജോൺ ന്യൂലാൻഡ്. ജോൺ ന്യൂലാൻഡ് ഈസ് ദ കറക്റ്റ് ആൻസർ. സോ ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലുള്ള ക്വസ്റ്റ്യനുകൾ നിങ്ങൾ മാക്സിമം ഫോക്കസ് ചെയ്ത് വേണം പഠിക്കാനായിട്ട്. ദെൻ നെക്സ്റ്റ് വണ്ണാണ് സ്യൂഡോ ട്രാൻസിഷൻ എലമെൻറ്റ്സ്. സ്യൂഡോ ട്രാൻസിഷൻ എലമെൻറ്റ്സ് അതെന്താണ് ഈ സ്യൂഡോ ട്രാൻസിഷൻ എലമെൻറ്റ്സ്? നമുക്കറിയാം ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഡി ബ്ലോക്കിലെ എലമെൻറ്റ്സുകളാണ്. ഡി ബ്ലോക്കിലെ എലമെൻറ്റുകൾ മിക്കതും കളേർഡ് ആയിരിക്കും. അവർക്ക് വേക്കൻ്റ് ആയിട്ടുള്ള ഓർബിറ്റൽസ് ഉണ്ടാവും എന്നെല്ലാം നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ ഡി ബ്ലോക്കിൽ ഉൾപ്പെടുന്ന ഏതോ ഒരു 3 എലമെൻറ്റുകളെ നമ്മൾ സ്യൂഡോ ട്രാൻസിഷൻ എലമെൻറ്റുകൾ എന്ന് വിളിക്കാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് അൺപെയർഡ് ആയിട്ടുള്ള ഓർബിറ്റൽസ്, അതിന് വേക്കൻ്റ് ആയിട്ടുള്ള ഓർബിറ്റൽസ് ഇല്ല, ഫുള്ളി ഫിൽഡ് ആയിട്ടുള്ള ഓർബിറ്റൽസ് ആണ്. അതുപോലെ മറ്റുള്ള എലമെൻറ്റുകളെ പോലെ ഇത് കളേർഡ് അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ 3 മൂലകങ്ങളെ സ്യൂഡോ ട്രാൻസിഷൻ എലമെൻറ്റുകൾ എന്നാണ് പറയുന്നത്. സോ അത് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഓപ്ഷൻ എയിൽ CrMOW 3 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വണ് ക്രോമിയം, മോളിബെഡനം, ടങ്സ്റ്റൺ. ദെൻ നമുക്ക് AG, AU, പ്ലാറ്റിനം, അതായത് നമുക്ക് ഗോൾഡ്, സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കോപ്പർ, സിൽവർ, ഗോൾഡ് തന്നിട്ടുണ്ട്. ദെൻ സിങ്ക്, കാഡ്മിയം ആൻഡ് മെർക്കുറി, Zn. അതുപോലെ തന്നെ CD ആൻഡ് HG, സിങ്ക്, കാഡ്മിയം, മെർക്കുറിയും തന്നിട്ടുണ്ട്. ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. സ്യൂഡോ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് സിങ്ക്, കാഡ്മിയം, മെർക്കുറി പോലുള്ളവയാണ്. കാരണം ഈ 3 എലമെൻറ്റുകളെ മാത്രമാണ് നമ്മൾ സ്യൂഡോ ട്രാൻസിഷൻ എലമെൻറ്റുകളായി കൺസിഡർ ചെയ്യുന്നത്. കാരണം ഇതിന് ഫുള്ളി ഫിൽഡ് ആയിട്ടുള്ള ഓർബിറ്റലാണ്, ഇത് വേക്കൻ്റ് ഓർബിറ്റലല്ല. അതുപോലെ തന്നെ മറ്റുള്ള ഡി ബ്ലോക്ക് എലമെൻറ്റുകളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇതെന്താണ്? കളർലെസ് ആണ് എന്ന് നമുക്ക് പറയാം. ദെൻ നെക്സ്റ്റ് വണ്ണാണ് an atom with high electronegativity. ഒരു ആറ്റത്തിന് ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ അതിന് എന്ത് കൂടി ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഹൈ അയണൈസേഷൻ എൻതാൽപ്പി, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ലാർജ് സൈസ്, ആൻഡ് ഓപ്ഷൻ സി എന്ന് പറയുന്നത് ഹൈ ഡെൻസിറ്റി, ഓപ്ഷൻ ഡി വരുന്നത് ലോ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഇതിൻ്റെ ശരിയായ ഉത്തരം വരുന്നത് ഹൈ അയണൈസേഷൻ എൻതാൽപ്പിയാണ്. ഹൈ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഉള്ള ആറ്റത്തിന് ഹൈ അയണൈസേഷൻ എൻതാൽപ്പിയും ഉണ്ടാവും. നമ്മൾ ലാസ്റ്റ് ആ ഒരു ടാബുലർ കോളത്തിൽ പഠിച്ചിരുന്നു. അതായത് അയണൈസേഷൻ എൻതാൽപ്പി, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി, ഇലക്ട്രോൺ അഫിനിറ്റി, അതിൻ്റെ വേരിയേഷൻ പീരീഡിലും ഗ്രൂപ്പിലും എല്ലാം സെയിം ആണ്. പീരീഡിലാണെങ്കിലും ഗ്രൂപ്പിലാണെങ്കിലും അത് ഒരേപോലെയാണ് വേരി ചെയ്യുന്നത്. പീരീഡിൽ അത് ഇൻക്രീസ് ആവുമെന്നും നമുക്ക് ഗ്രൂപ്പിലാണെങ്കിൽ അത് ഡിക്രീസ്
ഇൻക്രീസ് ആവുമെന്ന് നമ്മൾ പഠിച്ചതാണ്. സോ ഹൈ അയണൈസേഷൻ എൻതാൽപ്പി ഉള്ളവർക്ക് ആറ്റത്തിന് ഹൈ അയണൈസേഷൻ എൻതാൽപ്പി ഉള്ള ആറ്റത്തിന് ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റിയും ഉണ്ടാകും എന്നുള്ളതും ഓർത്തിരിക്കേണ്ടതാണ്. ദെൻ നെക്സ്റ്റ് വണ്ണാണ് ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് ചൂസ് ചെയ്യുക. ഓപ്ഷൻ എ വരുന്നത് സൈസ് ഓഫ് എൻ ആറ്റം ഡിക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പിൽ സൈസ് ഓഫ് ആറ്റം കുറയുന്നു. സെക്കൻഡ് വണ്ണിൽ പറയുന്നത് മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസസ് അക്രോസ് ദ പീരീഡിൽ മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യുന്നു. ആൻഡ് ഓപ്ഷൻ സി വരുന്നത് അയണൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. അയണൈസേഷൻ എൻതാൽപ്പി ഗ്രൂപ്പിലേക്ക് താഴത്തേക്ക് പോകുന്നതോറും ഇൻക്രീസ് ആവുന്നു. ദെൻ നെക്സ്റ്റ് വൺ ഇലക്ട്രോനെഗറ്റിവിറ്റി ഇൻക്രീസസ് അക്രോസ് ദ പീരീഡ്. ഇലക്ട്രോനെഗറ്റിവിറ്റി പീരീഡിൽ ഇൻക്രീസ് ആവുന്നു. ഇതിൽ ശരിയായ ഉത്തരം ഏതാണ്? നമുക്കറിയാം സൈസ് ഓഫ് ആറ്റം ഗ്രൂപ്പിൽ എങ്ങനെയാണ് ചെയ്യുന്നത്? സൈസ് ഓഫ് ആറ്റം താഴത്തേക്ക് പോകുന്നതോറും ആറ്റത്തിൻ്റെ സൈസ് ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മെറ്റാലിക് ക്യാരക്ടർ പീരീഡിൽ ഇൻക്രീസ് ആവുകയാണോ ചെയ്യുന്നത്? അല്ല, ഡിക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. നമ്മൾ പഠിച്ചതാണ്. അതുപോലെ തന്നെ അയണൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. താഴത്തേക്ക് പോകുന്നതോറും അയണൈസേഷൻ എൻതാൽപ്പിക്ക് എന്താണ് സംഭവിക്കുന്നത്? അയണൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസ് ആവുകയാണോ ചെയ്യുന്നത്? അയണൈസേഷൻ എൻതാൽപ്പി ഡിക്രീസ് ആവുകയാണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ലാസ്റ്റ് വൺ ഇലക്ട്രോനെഗറ്റിവിറ്റി ഇൻക്രീസസ് അക്രോസ് ദ പീരീഡ്. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഇലക്ട്രോനെഗറ്റിവിറ്റി പീരീഡിൽ എന്ത് സംഭവിക്കുന്നു? ഇൻക്രീസ് ആവുന്നു. കാരണം ആറ്റോമിക് സൈസ് കുറയുമ്പോൾ അട്രാക്ഷൻ ബിറ്റ്വീൻ ദ ഇലക്ട്രോണും ന്യൂക്ലിയസും കൂടുന്നു. സോ കൂടുതൽ ഇലക്ട്രോൺസിനെ ആ ഒരു അട്രാക്ട് ചെയ്യാനുള്ള ടെൻഡൻസി ആ ഒരു പീരീഡിൽ നമുക്ക് പൊസസ് ചെയ്യുന്നതായി കാണാൻ സാധിക്കും. സോ ലെഫ്റ്റ് ടു റൈറ്റ് വരുമ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി ഇൻക്രീസ് ആവുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്പർ 4 കറക്റ്റ് ആൻസർ വരുന്നത് ഇലക്ട്രോനെഗറ്റിവിറ്റി ഇൻക്രീസസ് അക്രോസ് എ പീരീഡ് എന്നുള്ളതാണ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2 ടോപ്പിക്കുകളാണ് മെയിനായിട്ട് ഡിസ്കസ് ചെയ്തത്. ആ 2 ടോപ്പിക്കുകൾക്ക് ശേഷം നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ടും ഈ ഒരു സെക്ഷനെ ബേസ് ചെയ്തിട്ട്, അതായത് പീരിയോഡിക് ടേബിൾ ആൻഡ് കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്ന സെക്ഷനെ ബേസ് ചെയ്തിട്ടും ഒരുപാട് 4 ക്വസ്റ്റ്യനുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിന് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു പോർഷൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ സെക്ഷൻ നമ്മൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. സോ ഇന്നത്തെ ക്ലാസ്സും ഈ ഒരു കൺസെപ്റ്റും എല്ലാം എല്ലാവർക്കും ക്ലിയർ ആയെന്ന് കരുതുന്നു. Thank you and happy learning.